ഇങ്ങനെ കാണിക്കുന്നത് അലങ്കാഴ്സ് ഇപ്പോൾ കാർക്കുറ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. സോ ഇച്ചിഗോനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സോൾ റിപ്പേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഇതേ സമയം തന്നെ ഇവരുടെ സ്പിരിച്വൽ എനർജി ബാക്കിയുള്ള സോൾ റിപ്പേഴ്സിന് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സോൾ റിപ്പേഴ്സും ഫൈറ്റിന് വേണ്ടി റെഡി ആകുകയാണ്. സോ ഇവർ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ കാർക്കുറ സിറ്റിയിൽ നല്ല രീതിയിലുള്ള ഡാമേജസ് വരും. ഈ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്കും അവരുടെ സ്പിരിച്വൽ എനർജി സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇച്ചിഗോയ്ക്ക് മനസ്സിലാക്കിയാണ് ഈ തവണയും ഇച്ചിഗോനെ തന്നെ ടാർഗറ്റ് ചെയ്താണ് അലങ്കാഴ്സ് ഈ സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല നേരത്തെയുള്ള സ്പിരിച്വൽ എനർജി പോലെയല്ല, ഈ തവണത്തെ എനർജിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വേറെ അലങ്കാഴ്സ് ആയിരിക്കും വന്നിരിക്കുന്നത്. നമ്മുടെ റോക്കി ആണെങ്കിൽ ഹോളോ റീഡർ ഡിവൈസ് യൂസ് ചെയ്തിട്ട് ആ ഹോളോസിനെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ കാഴ്ച കണ്ട് നമ്മുടെ റൂക്കി അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. കാരണം ഒരു അലങ്കാരല്ല സിറ്റിയിൽ വന്നിരിക്കുന്നത്, 6 അലങ്കാഴ്സ് ആണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കാർക്കുറ സിറ്റിനെ അവർ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സാധ്യതകളുണ്ട്. സമയത്ത് തന്നെ നമ്മുടെ റൂക്കിക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാരണം വളരെയധികം ഡേഞ്ചറിലാണ് ഇപ്പൊ അവർ ഉള്ളത്. നമ്മുടെ റൂക്കി ഇച്ചിഗോനോട് പറയുകയാണ്, ഒരുപാടധികം പീപ്പിൾസ് ഇപ്പൊ ഡേഞ്ചറിലാണ്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ബാഡ് ഫീലിംഗ് തോന്നുന്നുണ്ട്. സോ ഇത് കേട്ടോടെ തന്നെ നമ്മുടെ ഇച്ചിഗോയ് നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അടിക്കുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോയ്ക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം തന്റെ ഫ്രണ്ട്സും തന്റെ കുടുംബവും എല്ലാം ഇപ്പം ഡേഞ്ചറിലാണ്. അങ്ങനെ തന്നെ ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് എല്ലാവരും അലങ്കാറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോനെ റൂക്കിനെയുമാണ്. രണ്ടുപേരും വളരെയധികം ടെൻഷൻ അടിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കിനി ആലോചിച്ചിരിക്കാൻ സമയമൊന്നുമില്ല. ഈ സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ഡേഞ്ചറിലാണ്. അത് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നിന്റെ കുടുംബവും ഡേഞ്ചറിൽ തന്നെയാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ ഒന്നുകൂടെ ടെൻഷൻ അടിക്കുകയാണ്. സോ ഇതേ സമയം തന്നെ ആ ഹോളോ റീഡർ ഡിവൈസിൽ കൂടെ നോക്കുന്ന സമയത്ത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അലങ്കാരാണെങ്കിൽ സാധോന്റെ ഡയറക്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ റൂക്കിയ പറയുന്നു. കേട്ടുടനെ തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അടിക്കുകയാണ്. സോ അതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയും കൂടാണ്. പിന്നീട് കാണിക്കുന്നത് ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സോൾ റിപ്പേഴ്സിനെയാണ്. സോ ഇവരുടെ അടുത്തേക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള 2 അലങ്കാഴ്സ് വരികയാണ്. സോ ഇവരുടെ രണ്ടുപേരുടെ സ്പീഡ് കണ്ടിട്ട് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയും അതുപോലെ തന്നെ ലൂട്ടനന്റ് ഇറങ്ങിക്കോ ഒന്ന് ഞെട്ടുന്നുണ്ട്. വന്നുടനെ തന്നെ ഒരു അലങ്കാരാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഈ അലങ്കാരന്റെ അലങ്കാർ നമ്പർ 11 വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അലങ്കാരമായിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ ഒന്ന് തടഞ്ഞു കാണിക്കുക. ഈ സിറ്റി മുഴുവനായിട്ട് തന്നെ തകരാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറിവുകളൊക്കെ ഉണങ്ങി എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മുടെ സാധനം അലങ്കാരന്റെ സ്പിരിച്വൽ എനർജി സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ അതിലൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വെളിയിലേക്ക് വരികയാണ്. നോക്കുന്ന സമയത്ത് ഒരു അലങ്കാരം സാധുവായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. ഇപ്പൊ അടിക്കടാന്ന് പറഞ്ഞ അലങ്കാരം നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ മാസായിട്ട് അങ്ങോട്ട് കയറി വരികയാണ്. സോ അലങ്കാരന്റെ അടുത്തു നിന്ന് നമ്മുടെ സാധുവിനെ വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ രക്ഷിക്കുകയാണ്. കാണുന്ന സമയത്ത് നമ്മുടെ സാധുവയ്ക്ക് എന്തോ ഒരു ബാഡ് ഫീലിംഗ് പോലെ തോന്നുന്നു, എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ. ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ താൻ മരിച്ചേനെന്ന് നമ്മുടെ സാധുവയ്ക്ക് മനസ്സിലാവുകയാണ്. മാത്രമല്ല നേരത്തെ ആ ഫൈറ്റ് ചെയ്തപ്പോൾ മുറിവേറ്റില്ലേ, ആ സീൻസ് ഒക്കെ നമ്മുടെ സാധുവയ്ക്ക് ഓർമ്മ വരികയാണ്. സാധുവയ്ക്ക് എന്തോ ഒരു പേടിയുള്ളത് പോലെ തോന്നുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഞാൻ നിനക്ക് നല്ലൊരു അഡ്വൈസ് തരാം, നീ ഇവിടെ നിന്ന് മാറി നിൽക്കുക, ഈ ഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്. ഈ അഡ്വൈസ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സാധുവയ്ക്ക് ഒരുപാടധികം വിഷമം വരുന്നു. കാരണം താൻ ഇച്ചിഗോയ്ക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തൻ്റെ കയ്യിൽ നിന്ന് ബ്രേക്കായിപ്പോയി. എനിക്കിനി ഇച്ചിഗോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ള വിചാരമൊക്കെ കാരണം നമ്മുടെ സാധുവയ്ക്ക് ഒരുപാടധികം വിഷമം വരും. കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ റൂക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. റൂക്കിയ വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഇച്ചിഗോനോട് പറയുന്നു, നീ എന്ത് പരിപാടിയാ കാണിച്ചത്? സാധു നിന്റെ ഒരു കൂട്ടുകാരനാ, നീ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ അവൻ എന്തോ ഒരു വിഷമമായെന്ന് നിനക്കറിയാമോ? നീ എന്തുവാ നിന്റെ കാര്യം മാത്രം നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂക്കിയ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് റൂക്കിയ തന്റെ സോൾ റിപ്പർ ഫോം പുറത്തേക്ക് എടുക്കുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ അങ്ങ് ഞെട്ടുകയാണ്. കാരണം റൂക്കിയക്ക് എങ്ങനെയാണ് സോൾ റിപ്പർ പവർ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ. സോ ഇത് മനസ്സിലാക്കിയ നമ്മുടെ റൂക്കി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എങ്ങനെയാണ് കിട്ടിയത് എന്ന് വെച്ചാൽ, എന്റെ പവർ തിരിച്ചു കിട്ടിയത് ഉരഹര എന്റെ ബോഡിയിൽ എന്തോ ഒരു തരത്തിലുള്ള ഒരു സംഭവം ചെയ്തു. സോ അതിനുശേഷം എനിക്ക് സോൾ റിപ്പർ പവർ എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അങ്ങനെയാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. നമ്മുടെ റൂക്കി ഇച്ചിഗോനോട് പറയുകയാണ്. സോ ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ ആ അലങ്കാരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചാടി പോവുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ റൂക്കി വളരെയധികം വേഗത്തിൽ വന്നിട്ട് അവളുടെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് ഒരു ഷിക്കായി
ആയി അവിടെ റിലീസ് അന്നേരം തന്നെ അലങ്കാരാണെങ്കിൽ ഒരു ഐസിന്റെ അതിൽപ്പെട്ട് അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണ്. സോ ഈ കാഴ്ച കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സമയത്ത് തന്നെ ഇച്ചിഗോന്റെ മണ്ടക്കിരിക്കുന്ന റുക്കിയുടെ ബോഡിയിലുള്ള മോഡ്സോള് ഇച്ചിഗോനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് പറയുന്നത് ഒരു ലൂട്ടനന്റ് പവർ ഉള്ള ഒരു സോൾ റിപ്പറാണ്. റൂക്കിക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലൂട്ടനന്റ് പോസ്റ്റ് കൊടുത്തിട്ടില്ല. കാരണം ക്യാപ്റ്റൻ ബാക്കിയക്കുച്ചിക്ക് അതിന് സമ്മതിക്കുന്നില്ല. കാരണം റൂക്കി ഒരു ലൂട്ടനന്റ് ആയിട്ട് പോസ്റ്റ് എടുത്ത് അവളെ ഉറപ്പായിട്ട് റെസ്ക്യൂ മിഷൻസിനൊക്കെ അയക്കും. സോ അത് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെയാണ് അവളെ ആ പോസ്റ്റിലേക്ക് അയക്കാൻ വേണ്ടി കുച്ചിക്ക് സമ്മതിക്കാത്തത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ ചിന്തിക്കുകയാണ്, ഒരു ദേ പോലും ഇല്ലാത്ത ആ ബാക്കിയക്കുച്ചിക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്ത് പറ്റി? ഇതേ സമയത്തായിരുന്നു അലങ്കാരമായിട്ടുള്ള ഗ്രിംജോ നമ്മുടെ ഇച്ചിഗോന്റെ ബാക്കിയുള്ളവരുടെ അടുത്തേക്കും വരുന്നത്. സോ ഗ്രിംജോ വന്നിരിക്കുന്നത് ഇച്ചിഗോനെ തീർക്കാൻ വേണ്ടിയാണ്. ഗ്രിംജോന്റെ സ്പിരിച്വൽ എനർജി സെൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാടധികം പേടി വരുന്നു. കാരണം ഒരു മോൺസ്റ്ററിന്റെ പോലെ തന്നെയാണ് അവന്റെ സ്പിരിച്വൽ എനർജി. ഗ്രിംജോ അലങ്കാർ നമ്പർ 6, ഞാനാണ് ഐസൻഡ് ആർമിയിലെ തന്നെ 6ാമത്തെ പവർഫുൾ ആയിട്ടുള്ള ഇച്ചിഗോ. 2 അലങ്കാഴ്സിനെ നിന്നെ കൊല്ലാൻ വേണ്ടി ഇതിനു മുമ്പ് തന്നെ ക്യാപ്റ്റൻ ഐസൻ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് 2 പേർക്കും നിന്നെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ നീ പവർഫുൾ ആണെന്നാണ് അവർ പറയുന്നത്. സമയത്ത് തന്നെ ബാക്കിയുള്ള അലങ്കാഴ്സ് ബാക്കിയുള്ള സോൾജർ പേഴ്സൺ എടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്യാൻ വേണ്ടി 2 അലങ്കാഴ്സ് റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ മുമ്പിലിരിക്കുന്ന 2 സോൾജർ പേഴ്സും അത്യാവശ്യം പവർഫുൾ ആണെന്ന് അവർക്ക് സ്പിരിച്വൽ എനർജി സെൻസ് ചെയ്ത് നോക്കാൻ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഇത് വളരെയധികം ഫണ്ണാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് റെഡി ആവുകയാണ്. കാണിക്കുന്നത് ഇച്ചിഗോന്റെ കൂട്ടുകാരനായിട്ടുള്ള കീഗോനെയാണ്. സോ അവനാണെങ്കിൽ എന്തോ ഒരു ജ്യൂസ് ഒക്കെ മേടിക്കുകയാണ്. തന്നെ അവൻ എന്തോ ഒരു ബാഡ് ഫീലിംഗ് പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ വേണ്ടി അവൻ ഓടിപ്പോവുകയാണ് അവിടെ നിന്ന്. സോ പെട്ടെന്നായിരുന്നു അവൻ്റെ അടുത്തേക്ക് ഒരു വലിയ മോൺസ്റ്റർ തന്നെ കടന്നു വരുന്നത്. സോ അത് കാണുന്ന സമയത്ത് തന്നെ അവൻ മൊത്തത്തിൽ തന്നെ അങ്ങ് ഇല്ലാതായി പോകുന്നുണ്ട്. സമയത്ത് മോൺസ്റ്ററിന്റെ കൂടെ തന്നെ അവൻ്റെ അടുത്തേക്ക് ഇക്കാക്കും വരുന്നുണ്ട്. സോ ഇക്കാക്കുവിനെ കണ്ടുടനെ തന്നെ അവൻ ഒരുപാടധികം സന്തോഷമാകുന്നുണ്ട്. സമയത്ത് തന്നെ നമ്മുടെ കീഗോന്റെ കൂടെ ഒരു ഡീൽ ഉണ്ടാക്കിയാണ് നമ്മുടെ ഇക്കാക്കു. ഹേയ്, നിന്നെ ഞാൻ ഈ മോൺസ്റ്ററിനെ രക്ഷിക്കാം. ഞാൻ ഇങ്ങനെ കണ്ട കാര്യം നീ പുറത്തെന്തെങ്കിലും പറഞ്ഞോ, നിന്നെ ഞാൻ ഉറപ്പായിട്ട് കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കീഗോനെ അവിടെ വലിച്ചിട്ടിട്ട് നമ്മുടെ ഇക്കാക്കു ആ മോൺസ്റ്ററിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. എന്നാലും വലിയ കാര്യത്തിലൊന്നും നമ്മുടെ അലങ്കാരാണെങ്കിലും നമ്മുടെ ഇക്കാക്കുവിനെ നോക്കുന്നില്ല. സോ ഇതേ സമയത്ത് തന്നെ ഫുള്ളി മോട്ടിവേറ്റ് ആയിട്ട് നമ്മുടെ ഇക്കാക്കു എഴുന്നേറ്റ് ആ മോൺസ്റ്ററിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 5ന്റെ അതിൽ 17ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ദിവസം ഞാൻ 2 വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് റെഡി ആക്കി വെച്ചേക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടാൽ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടുണ്ട്. അതേ സമയം തന്നെ ഒരു ദിവസം ഞാൻ 2 വീഡിയോ ഇട്ടാൽ അതിൻ്റെ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് മാത്രമേ സപ്പോർട്ട് കിട്ടുന്നുള്ളൂ. ഒരു വീഡിയോയ്ക്ക് ലൈക്കുമില്ല, ഷെയറുമില്ല, കമൻറ്റും ഇല്ല. സോ ഇനിയും നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം 2 വീഡിയോ ഇടാൻ നേരത്തെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് വേറെ വഴിയില്ല. ഒരു ദിവസം ഒരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ എന്തിനാ ഒരു കാര്യം തന്നെ രണ്ടാമത് പറയുന്നത്, ഞാനൊരു പൊട്ടൻ തന്നെ. സോ നിങ്ങൾ എത്ര പേര് മാർവൽ ഫാൻസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾ മാർവൽ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ എന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഞാൻ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ അകത്തിൽ മാർവൽ മൂവീസ് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. എന്ന് വെച്ചാൽ മാർവൽ മൂവീസ് ഫേസ് 4 ബാക്കിയുള്ള ഫേസസിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഓൾറെഡി തന്നെ നമ്മുടെ യൂട്യൂബിലുണ്ട്. സോ ഫേസ് 4 എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക മറക്കല്ലേ. മാർവൽ ഫേസ് 4 എന്ന് പറയുന്നത് എൻഡ് ഗെയിം, അവഞ്ചർ എൻഡ് ഗെയിമിന് ശേഷമുള്ള മൂവീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. മൂവീസ് മാത്രമല്ല സീരീസ്. ആ ചാനലിൽ അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യണം, മറക്കാതെ കമന്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ എന്തൊക്കെയാണെങ്കിലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.